فيمن هديت وعافنا فيمن عافيت. കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കൊടുങ്ങല്ലൂരിൽ മാലിക് ദീനാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന ആദ്യത്തെ പള്ളി മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ സാഹിത്യത്തിലും സാംസ്കാരിക ജീവിതത്തിലും വാസ്തുവിദ്യാ ശൈലിയിലും പള്ളികൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ ചരിത്രപരമായ തുടർച്ചയിലേക്കാണ് മലപ്പുറത്തെ സ്വലാത്ത് നഗറിൽ നവീകരിച്ച മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദ് തലയുയർത്തി നിൽക്കുന്നത്. കേവലം ഒരു ആരാധനാലയം എന്നതിനപ്പുറം അറിവിന്റെയും കലയുടെയും സാങ്കേതിക വിദ്യയുടെയും കാരുണ്യത്തിന്റെയും ഒരു മഹാസംഗമമായി ഈ പള്ളി മാറിക്കഴിഞ്ഞു. ആഗോള പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ, മഅ്ദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തുടങ്ങിയ ആത്മീയ തേജസ്സുകളുടെയും ആയിരക്കണക്കിന് വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ നാടിന് സമർപ്പിക്കപ്പെട്ട ഈ ഗ്രാൻഡ് മസ്ജിദ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു. ഈ മസ്ജിദിന്റെ നിർമ്മിതിക്ക് പിന്നിലെ ആശയങ്ങൾ, അതിലെ സവിശേഷതകൾ, ആത്മീയമായ അതിന്റെ പ്രസക്തി എന്നിവയിലൂടെ ആഴത്തിലൊരു തീർത്ഥയാത്ര പോകാം. ഏതൊരു വലിയ നിർമ്മിതിയും ആദ്യം മനുഷ്യനോട് സംവദിക്കുന്നത് അതിന്റെ വാസ്തുവിദ്യയിലൂടെയാണ്. വാസ്തുവിദ്യ മനുഷ്യന്റെ ആത്മീയതയും മാനസികാവസ്ഥയും സ്വാധീനിക്കുന്ന ഒരു കലയാണ്. മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാളെയും ആദ്യം ആകർഷിക്കുന്നത് അതിൻ്റെ അതിശയകരമായ ശില്പചാരുതയും നയനമനോഹാരിതയുമാണ്. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പവിത്രമായ 2 ഗേഹങ്ങളായ മക്കയിലെ മസ്ജിദുൽ ഹറമിനെയും മദീനയിലെ പ്രവാചക പള്ളിയായ മസ്ജിദുൻ നബവിയെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. മക്കയിലെ ഹറം പള്ളിയുടെ മിനാരങ്ങളോട് അസാമാന്യ സാമ്യം പുലർത്തുന്ന 125 അടി ഉയരമുള്ള 4 മിനാരങ്ങൾ ഈ പള്ളിയുടെ ഏറ്റവും വലിയ ആകർഷണമാണ്. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഈ മിനാരങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ചിന്തകളിൽ നിന്നും ആത്മീയമായ ഔന്നത്യത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. അതോടൊപ്പം തന്നെ മദീനയിലെ പള്ളിയുടെ കുബ്ബകളെ അനുസ്മരിപ്പിക്കുന്ന 4 വലിയ കുബ്ബകളും ഗ്രാൻഡ് മസ്ജിദിന് അതിരില്ലാത്ത പ്രൗഢി നൽകുന്നു. പുരാതന ഇസ്ലാമിക നിർമ്മാണ ശൈലികളെ ആധുനികതയുമായി എത്രത്തോളം മനോഹരമായി വിളക്കിച്ചേർക്കാം എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. പള്ളിയുടെ ഉൾഭാഗത്തേക്ക് കടക്കുമ്പോൾ ഖുർആൻ ലിപികളാലുള്ള അതിമനോഹരമായ കാലിഗ്രഫി കാണാൻ സാധിക്കും. അറബി കാലിഗ്രഫി ഇസ്ലാമിക കലയുടെ ഏറ്റവും ഉന്നതമായ രൂപങ്ങളിലൊന്നാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ വെറുതെ എഴുതി വയ്ക്കുകയല്ല, മറിച്ച് അത് കാണുന്നവരുടെ ഹൃദയങ്ങളിൽ ശാന്തത നിറയ്ക്കുന്ന രീതിയിൽ കൊത്തിയെടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ സാങ്കേതിക വിദ്യയുടെ മികച്ച ഉപയോഗം പ്രകടമാക്കുന്ന റിമോട്ടിൽ പ്രവർത്തിക്കുന്ന മിമ്പർ പള്ളിയെ മറ്റ് പരമ്പരാഗത പള്ളികളിൽ നിന്നും തികച്ചും വേറിട്ട് നിർത്തുന്നു. പാരമ്പര്യത്തെയും പുരോഗതിയെയും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളായി കാണുന്ന ഒരു ദർശനമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. പള്ളിൻ്റെ ഉള്ളിൽ ഉള്ള കാലിഗ്രാഫി വർക്കുകളൊക്കെ ഒരു ടർക്കിഷ് ഓട്ടോമൻ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും പ്രധാനമായൊരു അറബിക് സ്ക്രിപ്റ്റിൽ പെട്ടതാണ് ഖത്ത് സുലൂസ് എന്ന് പറയും. ആ സ്ക്രിപ്റ്റിലാണ് നമ്മൾ ഈ കാലിഗ്രാഫി വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇതിപ്പോൾ ഒരു 6 മാസത്തോളം എടുത്തിട്ടുണ്ട് ഈ വർക്ക്. ഇതിപ്പോൾ ഹാൻഡ് മെയ്ഡ് വർക്കാണ്, ഹാൻഡ് വർക്കാണ്. അതിനുശേഷം നമ്മൾ പിന്നീട് അത് കമ്പ്യൂട്ടറിൽ ഇട്ട് അതിനെ ഡിജിറ്റലൈസ് ചെയ്ത് മൾട്ടിവുഡിൽ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ടോട്ടൽ ഈ വർക്ക് ഏകദേശം 6 മാസത്തോളം എടുത്തിട്ടുണ്ട് ഈ വർക്കിൻ്റെ പിന്നിൽ. ഇതിൽ എഴുതിയിട്ടുള്ളത് പ്രൊഫറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളാണ്. ഏകദേശം 200ഓളം പേരുകളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ടോട്ടൽ വരുന്നുണ്ട് കാലിഗ്രാഫി വർക്കുകൾ. പിന്നെ നമ്മൾക്ക് നമ്മളുടെ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഇതിൻ്റെ ആർക്കിടെക്ചർ ഡിസൈനിലൊക്കെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫ്ലവർ പാറ്റേൺ അതൊരു ഇസ്ലാമിക് ഡിസൈനിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ചുമരിൽ വരുന്ന ഡിസൈൻസിൻ്റെ പാറ്റേൺസൊക്കെ ടോട്ടലൊരു ഇസ്ലാമികമായ ആർട്ടിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ എല്ലാ ആർക്കിടെക്ചർ ഡിസൈൻസുകളും കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. വളരെ മനോഹരമായ ശില്പഭംഗിയിലാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മക്കയിലെ ഹറം പള്ളിയെ അനുസ്മരിപ്പിക്കപ്പെടുന്ന വിധത്തിലുള്ള 125 അടി ഉയരമുള്ള മിനാരങ്ങളും
അതുപോലെ മദീനയിലെ കുബ്ബയെ അനുസ്മരിപ്പിക്കുന്ന 4 വലിയ കുബ്ബകളും ഒക്കെ ചേർന്നിട്ടുള്ള ഈ പള്ളി, അതുപോലെ തന്നെ പാർക്കിങ്ങിനുള്ള വിശാലമായ സൗകര്യം, പിന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒന്നിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യം, ഇതൊക്കെ ഈ പള്ളിയെ മറ്റുള്ളവയിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ പള്ളികൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമുള്ള ഇടങ്ങളായിരുന്നില്ല. അവ സർവകലാശാലകളായും അറിവ് പകർന്നു നൽകുന്ന കേന്ദ്രങ്ങളായും പ്രവർത്തിച്ചിരുന്നു. ഈ പൈതൃകത്തെ തിരികെ കൊണ്ടുവരികയാണ് മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പള്ളിയോട് ചേർന്ന് നിർമ്മാണം പൂർത്തിയായ കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് ലൈബ്രറി. മതപരവും ചരിത്രപരവും ശാസ്ത്രീയവുമായ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ലൈബ്രറി ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ആശ്രയിക്കാവുന്ന ഒരു വിജ്ഞാന കേന്ദ്രമാണ്. വായന മരിച്ചു പോകുന്നുവെന്ന് വിലപിക്കുന്ന ആധുനിക കാലത്ത് പള്ളിയോട് ചേർന്ന് ഇത്രയും വിപുലമായൊരു വായനശാല ഒരുക്കുന്നത് പുതിയ തലമുറയെ അറിവിൻ്റെ ലോകത്തേക്ക് ആകർഷിക്കാൻ വലിയ തോതിൽ സഹായിക്കും. അറിവിനൊപ്പം തന്നെ ഈ നിർമ്മിതി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വലിയ സന്ദേശം കാരുണ്യത്തിൻ്റെതാണ്. ആരാധനാലയങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാകണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷിയുള്ള സുഹൃത്തുക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വീൽ ചെയറുകൾ ഉപയോഗിക്കുന്നവർക്കും പള്ളിയിലേക്കും പ്രാർത്ഥനാ ഹാളിലേക്കും എളുപ്പത്തിൽ പ്രവേശിക്കാനുള്ള റാമ്പുകളും മറ്റ് ആധുനിക സൗകര്യങ്ങളും ഇവിടെയുണ്ട്. പലപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പള്ളികളിലെ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആയിരക്കണക്കിന് വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും ഈ സൗകര്യങ്ങൾ വലിയൊരാശ്വാസമാണ് നൽകുന്നത്. ശാരീരികമായ പരിമിതികൾ ഒരിക്കലും ഒരാളുടെ ആത്മീയ യാത്രയ്ക്ക് തടസ്സമാകരുത് എന്ന ഇസ്ലാമിക പാഠത്തിൻ്റെ പ്രായോഗിക രൂപമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിക കലണ്ടറിലെ ഏറ്റവും പവിത്രമായ മാസമാണ് റമദാൻ. പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ മാസത്തിൽ മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് അക്ഷരാർത്ഥത്തിൽ ഒരു ആത്മീയ കേന്ദ്രമായി മാറുന്നു. നോമ്പു തുറയ്ക്കും തറാവി നമസ്കാരത്തിനുമായി ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഒരേ പാതയിലിരുന്ന് നോമ്പു തുറക്കുന്ന കാഴ്ച മനുഷ്യ സമത്വത്തിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. റമദാനിൽ മഅദിൻ ഗ്രാൻഡ് മസ്ജിദിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കർമ്മം ഇഅ്തികാഫാണ്. ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഫോണുകളിൽ നിന്നും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്ന് പള്ളിയിൽ തന്നെ താമസിച്ച് അല്ലാഹുവിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു ആത്മീയ ചികിത്സയാണ് ഇഅ്തികാഫ്. ആധുനിക മനഃശാസ്ത്രജ്ഞർ എന്ന് പറയുന്ന ഡിജിറ്റൽ ഡീടോക്സ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് റിട്രീറ്റ് എന്നിവയുടെ ഏറ്റവും ശാസ്ത്രീയവും ആത്മീയവുമായ രൂപമാണിത്. റമദാനിൽ കേരളത്തിനകത്തും പുറത്തും നിന്നായി നൂറുകണക്കിന് ആളുകളാണ് ഇഅ്തികാഫിനായി ഇവിടെ എത്തുന്നത്. സദാസമയവും സജീവമാകുന്ന ഈ പള്ളിയുടെ വാതിലുകൾ റമദാൻ മാസത്തിൽ അടയാറേയില്ല. റമദാൻ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ പള്ളിയിൽ തന്നെ താമസിച്ച് പ്രാർത്ഥനകളിൽ അലിയുന്ന നിരവധി വിശ്വാസികളെ ഇവിടെ കാണാം. 1000 മാസങ്ങളെക്കാൾ പവിത്രതയുള്ള ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും 27-ാം രാവിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി കാരുണ്യം തേടി പതിനായിരങ്ങളാണ് മഅദിനിലേക്ക് ഒഴുകിയെത്തുന്നത്. വെറുതെ പള്ളിയിൽ വന്നിരുന്ന് സമയം ചിലവഴിക്കുക എന്നതല്ല മഅദിൻ ഗ്രാൻഡ് മസ്ജിദിലെ ഇഅ്തികാഫിൻ്റെ രീതി. മറിച്ച് കൃത്യമായ ഷെഡ്യൂൾ പ്രകാരമുള്ള വിവിധ ആത്മീയ മജ്ലിസുകൾ ഇവിടുത്തെ സവിശേഷതയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അച്ചടക്കം തിരികെ കൊണ്ടുവരാൻ ഈ ചിട്ടയായ ദിനചര്യ സഹായിക്കുന്നു. നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ സമയബന്ധിതമായി നിരവധി ഐച്ഛിക കർമ്മങ്ങളും ഇവിടെ നടക്കുന്നു. സന്ധ്യാ നമസ്കാരമായ മഗ്‌രിബിനും രാത്രി നമസ്കാരമായ ഇശായിനും ഇടയിലുള്ള സമയത്ത് തസ്ബീഹ് നമസ്കാരവും മനസ്സിന് വല്ലാത്ത ശാന്തത നൽകുന്ന വിർദുൽ ലത്വീഫ് പാരായണവും നടക്കുന്നു. ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ, സൂര്യോദയത്തിന് ശേഷമുള്ള ഇഷ്റാഖ്, ദുഹാ നമസ്കാരങ്ങൾ, രാത്രിയിലെ വിദ്രിയ തുടങ്ങി ഒരാളുടെ ദിവസത്തെ പൂർണ്ണമായും പ്രാർത്ഥനകളാൽ സമ്പന്നമാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണം. പ്രാർത്ഥനകൾക്ക് പുറമെ അറിവ് നേടുന്നതിനും ഇവിടെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്.
സുബൈ നമസ്കാരത്തിന് ശേഷം ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിപ്പിക്കുന്ന തജ്വീദ് ക്ലാസുകളും പ്രവാചക വചനങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഹദീസ് പഠനവും നടക്കുന്നു. ഉച്ചയ്ക്കുള്ള ലുഹർ നമസ്കാരത്തിന് ശേഷം ഇസ്ലാമിക കർമ്മശാസ്ത്ര ക്ലാസുകളും അസർ നമസ്കാര ശേഷം ഇസ്ലാമിക ചരിത്ര പഠനവും നടക്കുന്നുണ്ട്. കേവലം ആചാരങ്ങൾ മാത്രമല്ല, മറിച്ച് താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ പൊരുളും ചരിത്രവും ശാസ്ത്രവും മനസ്സിലാക്കുന്ന ഒരു വിദ്യാസമ്പന്നമായ വിശ്വാസിയെ വാർത്തെടുക്കുക എന്നതാണ് ഈ ക്ലാസുകളുടെ ലക്ഷ്യം. നോമ്പുതുറ സമയത്ത് നടക്കുന്ന മജ്ലിസുൽ ബറക്കയും അത്താഴ സമയത്ത് പാപമോചനം തേടിക്കൊണ്ട് നടക്കുന്ന ഇസ്തിഹാർ മജ്ലിസും ഇവിടുത്തെ ആത്മീയ അന്തരീക്ഷത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഒറ്റയ്ക്കും കൂട്ടായും പ്രാർത്ഥനകളിൽ മുഴുകാമെന്നതും സംശയങ്ങൾ തീർക്കാൻ പണ്ഡിതന്മാരുമായി നേരിട്ട് ആശയവിനിമയം നടത്താമെന്നതും ഈ പള്ളിയെ വിശ്വാസികൾക്ക് കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് കേവലം ഒരു മസ്ജിദ് എന്നതിനപ്പുറം സാംസ്കാരികമായി വളരെയേറെ വലിയ സാധ്യതകൾ സമൂഹത്തിൽ തുറന്നിട്ട വിപ്ലവാത്മകമായ വലിയ മുന്നേറ്റങ്ങളാണ് സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇവിടെ പള്ളിയിൽ ഭിന്നശേഷി സൗഹൃദമാക്കി ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട ഒരു പള്ളി കൂടിയാണ്. മഅദിൻ ചെയർമാൻ ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ഈ പള്ളി ആരംഭിച്ചപ്പോൾ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നിസ്കാരത്തിലും അതുപോലെ തന്നെ മറ്റു പള്ളിയിലെ ചടങ്ങുകൾക്കൊക്കെ പങ്കെടുക്കാൻ പ്രാപ്തമാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇത്തരം സജ്ജീകരണങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടാകും. പെരുന്നാൾ ദിവസങ്ങളിലും അതുപോലെ തന്നെ ജുമാ ദിവസങ്ങളിലൊക്കെ ഈ പള്ളിയുടെ ഒരു ഭാഗം തന്നെ ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സംഭരണം ചെയ്യപ്പെട്ടതായിട്ട് ജുമാക്കും അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിലും മറ്റ് നിസ്കാരങ്ങൾക്കൊക്കെ വന്നാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും പല രോഗങ്ങൾ കാരണം അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ പോയ, ഇനി പള്ളിയും അതുപോലെ തന്നെ സാമൂഹിക പ്രധാനമായ ഇടപെടലുകളൊക്കെ വെറും സ്വപ്നമായി കണ്ടിരുന്ന ഒരു സമൂഹത്തിന് വലിയ പ്രതീക്ഷയും പ്രത്യാശയും സ്വപ്ന സാക്ഷാത്കാരവുമായി നമ്മുടെ ഈ ഭിന്ന സൗഹൃദ പദ്ധതി മാറിയിട്ടുണ്ടെന്നത് വളരെ യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ബദർ സാദാത്ത് തങ്ങൾ ഉസ്താദിനോട് പലരും വന്നിട്ട് വളരെ നിറകണ്ണുകളോടെ സന്തോഷത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്, 10-20 വർഷമൊക്കെയായി 4 ചുമരുകൾക്കിടയിൽ ജീവിതം തളക്കപ്പെട്ടു പോവുകയും ഇനി പള്ളിയിൽ ജുമാക്ക് പോവുകയും അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിനും അതുപോലെ തന്നെ സാമൂഹികമായ ഇടപെടലുകൾക്കൊന്നും യാതൊരു സാധ്യതയും ഇല്ലെന്ന് കരുതി അത് വിദൂര സ്വപ്നമായി കണ്ടിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ ജുമാക്ക് പങ്കെടുക്കാനും അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാനൊക്കെ അവസരം ലഭിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി നിറകണ്ണുകളോടുകൂടി ഈ കാര്യങ്ങൾ പങ്കുവെച്ച് ഉസ്താദിനോട് പങ്കുവെച്ച ഒരുപാട് അനുഭവങ്ങൾ ഈ മഅദിൻ ഗ്രാൻഡ് മസ്ജിദിന് പറയാനുണ്ട്. ഏറ്റവും വലിയ ഭിന്നശേഷിക്കാരുടെ ഏറ്റവും വലിയൊരു പരാധീനതയാണ് അവരെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുടുംബങ്ങളിലുള്ള ആളുകൾക്ക് പോലും പലപ്പോഴും പെരുന്നാൾ നിസ്കാരത്തിന് അവരെ പള്ളിയിലെത്തിക്കാൻ വേണ്ടി സാധിക്കാതെ പോകുക എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം രാവിലെ 7 മണിക്കോ 8 മണിക്കൊക്കെ പള്ളിയിൽ നിസ്കാരം നടക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ വീട്ടിലുള്ള കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരുമായ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും അവരെ ഒരുക്കിയും ഇറക്കിയൊക്കെ പള്ളിയിലേക്ക് പോകേണ്ട സമയമാകുമ്പോഴേക്ക് ഭിന്നശേഷിക്കാരായ ഇവരെ കൂടുതൽ കെയറോടുകൂടി ഒരുക്കി കുളിപ്പിച്ച് വസ്ത്രമണിയിച്ചൊക്കെ എത്തിക്കുന്നതിനുള്ള പ്രയാസമാണ് അവർക്ക് പള്ളിയിൽ വരുന്നതിനും പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനും വലിയ തടസ്സമായി നിൽക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ഇവിടെ ഗ്രാൻഡ് മസ്ജിദിൽ വർഷങ്ങളോളമായി ഈ പെരുന്നാൾ നിസ്കാരം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് സാധാരണ 7 മണിക്ക് സാധാരണയുള്ള പെരുന്നാൾ നിസ്കാരത്തിന് പുറമെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് 9 മണിക്ക് വേറെ അവർക്കുമായി സെപ്പറേറ്റായിട്ട് ഈ പെരുന്നാൾ നിസ്കാരവും അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളിവിടെ ഒരുക്കിയത് കാരണം ഒരുപാട് ആളുകൾ പെരുന്നാൾ നിസ്കാരത്തിലൊന്നും നമുക്ക് ഒരിക്കലും പോകാൻ സാധിക്കുകയില്ലെന്നുള്ള നമ്മുടെ ആ നിരാശക്കാണ് ഇപ്പോൾ ഇവിടെ പരിഹാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ പരിസരങ്ങളിൽ ഒരുപാട്
ആളുകൾക്ക് നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം, 2000-ഓളം ആളുകൾക്ക് നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഇവിടെ വർഷങ്ങളായി നടന്നു വരികയാണ്, സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പരിസരത്തുള്ള സ്ഥാപനങ്ങളുടെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ പല വിധത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർ എന്നിങ്ങനെ തുടങ്ങി വഴിയാത്രക്കാരായ, നാഷണൽ ഹൈവേയുടെ ചാരത്തായതുകൊണ്ട് തന്നെ വഴിയാത്രക്കാരായ ആളുകൾ, ഇങ്ങനെയുള്ള നിരവധി ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിലുള്ള നോമ്പുതുറ സംവിധാനം ഇവിടെ വർഷങ്ങളായി നടന്നു വരുന്നു. അതിന് പുറമെ ഇവിടെ ഈ പള്ളിയുടെ മുകളിലത്തെ നിലയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥാലയം ഇവിടെ ആവിഷ്കരിച്ച് ഇപ്പോൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തു നിന്നും വിജ്ഞാനദാഹികളായ ആളുകൾക്ക് വന്ന് താമസിച്ച് റിസർച്ച് ചെയ്യാനുള്ള സംവിധാനത്തോടു കൂടിയാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്ന് വിപണിയിൽ ലഭ്യമല്ലാത്തതും പ്രസിദ്ധീകരണത്തിലില്ലാത്തതുമായ പൗരാണികവും ആധുനികവുമായതും പൗരാണികമായ ഒരുപാട് ഗ്രന്ഥങ്ങളും, അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന വിവിധ ആധുനിക ഗ്രന്ഥങ്ങളുമൊക്കെ സമന്വയിപ്പിച്ചുള്ള ഒരു വലിയ ബൃഹത്തായ ശേഖരം തന്നെയാണ് ഇവിടുത്തെ ഈ ലൈബ്രറി എന്ന് പറയുന്നത്. അത് ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഘടകമാണ്. ഒരു സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായത് ശരിയായ ദിശാബോധം നൽകുന്ന നേതൃത്വമാണ്. മഅദിൻ ചെയർമാൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയുടെ സാന്നിധ്യം ഈ ഗ്രാൻഡ് മസ്ജിദിലെത്തുന്ന ഓരോ വിശ്വാസിക്കും നൽകുന്ന ആത്മീയ ഉണർവ് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. പാപമുക്തമായ ജീവിത വഴികളിൽ നിന്ന് നന്മയുടെ വെളിച്ചത്തിലേക്ക് സാധാരണക്കാരെ കൈപിടിച്ചു നടത്താൻ സാദാത്തുക്കളുടെയും പണ്ഡിത പ്രമുഖരുടെയും വലിയൊരു നിര തന്നെ ഇവിടെ എപ്പോഴും സന്നിഹിതരായിരിക്കും. സമസ്ത ജില്ലാ സെക്രട്ടറി പി ഇബ്രാഹിം ബാക്കവിയെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ ആത്മീയ നേതൃത്വം ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നു. തെറ്റുകളിലേക്ക് വഴുതി വീഴാൻ എളുപ്പമുള്ള ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളും മാർഗദർശനങ്ങളും സമൂഹത്തെ ധാർമ്മികമായ വഴിയിലൂടെ നടക്കാൻ വലിയ തോതിൽ സഹായിക്കുന്നു. മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് വെറും ഒരു പ്രാർത്ഥനാ മന്ദിരമല്ല, അത് ഇസ്ലാമിക വാസ്തുവിദ്യയുടെ സൗന്ദര്യവും ചരിത്രത്തിന്റെ ഗാംഭീര്യവും ആധുനികതയുടെ സൗകര്യങ്ങളും ആത്മീയതയുടെ ആഴങ്ങളും ഒന്നുചേർന്ന ഒരു മഹാവിസ്മയമാണ്. തിരക്കുപിടിച്ച ആധുനിക ലോകത്ത് മനുഷ്യന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവന്റെ മാനസിക സമാധാനമാണ്. ഈ സമാധാനം തേടിയുള്ള യാത്രയിൽ ഏതൊരാൾക്കും വന്നെത്താവുന്ന ഒരു സുരക്ഷിത താവളമാണ് ഈ പള്ളി. വിശാലമായ വായനശാലയിലൂടെ അറിവിൻ്റെ ലോകത്തേക്കും കൃത്യമായ ചിട്ടകളിലൂടെ ആത്മീയതയുടെ ലോകത്തേക്കും ഇത് നമ്മെ കൊണ്ടുപോകുന്നു. ഭിന്നശേഷിക്കാർക്കും വയോധികർക്കും നൽകുന്ന പരിഗണനയിലൂടെ ഒരു മികച്ച സമൂഹത്തെ എങ്ങനെ വാർത്തെടുക്കാമെന്ന വലിയ പാഠവും ഈ മസ്ജിദ് നമുക്ക് നൽകുന്നുണ്ട്. ഈ ഗ്രാൻഡ് മസ്ജിദിലെ ഓരോ തൂണുകളും ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണുനീരിനും പ്രാർത്ഥനകൾക്കുമാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് പിന്നാലെ മാത്രം ഓടുന്ന ഇന്നത്തെ തലമുറയ്ക്ക് അല്പനേരം ശാന്തമായിരിക്കാനും തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും ഇത്തരം ആത്മീയ ഇടങ്ങൾ അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ മനസമാധാനം തേടുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം പകരുക തന്നെ ചെയ്യും. ഈ ആത്മീയ സമുച്ചയം സന്ദർശിക്കാനും അവിടുത്തെ ശാന്തത അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.